മലേഷ്യ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നല്ല. ഇത് കയറി വരുമ്പോഴില്ലേ ഇതിന്റെ വലുപ്പം എന്താണെന്നറിയോ? വെറും 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാട്ടു കേവ് പോയി വരാൻ പറ്റും. ബാട്ടു കേവ്സ്, ടിങ് ടവർ, ഗെറ്റിംഗ് ഐലൻഡ്. മലേഷ്യ പാക്കേജസ് ഉണ്ട്. അത് കോലാലംപൂർ മാത്രമാണ് കണ്ടേക്കണേ. ഇത്രയും പൈസ കൊടുത്ത് മലേഷ്യൻ പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പകുതി പൈസയോളം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ, അതും അടിപൊളി ഹോട്ടലിലേക്ക് നിസ്സാര 1000 രൂപയ്ക്കുള്ള ഇവിടെ പെട്രോൾ എത്രയാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ 50 രൂപ വരുള്ളൂ. എല്ലാവർക്കും നമസ്കാരം, നിഫിം വ്ളോഗ്സ് ആണ്. അപ്പോൾ ഞാനില്ലേ ഇന്ന് ബാട്ടു കേവ്സിലേക്ക് പോവാം. ഞാൻ താമസിക്കുന്ന സ്ഥലം കേട്ടോ, കിട്ടിലനാണ്. ഇവിടെ ഹോസ്റ്റൽ മാത്രമല്ല റൂമുണ്ട്, അത് അഫോർഡബിൾ റേറ്റിൽ, അതും സിറ്റിക്ക് ഒത്ത നടുക്ക്. ബുക്കിംഗ് ബിങ് താങ്ങിലാണ് നമ്മൾ താമസിക്കേണ്ടത്. ബുക്കിംഗ് ബിങ് താങ് സ്റ്റേഷൻ ഇതാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ബാട്ടു കേവ്സ് പോവാം. ബാട്ടു കേവ്സ് എല്ലാവരും പോയിട്ടുള്ളതാണ്. പക്ഷേ ഇവിടുന്ന് എങ്ങനെ പോവാം, ഏത് രീതിയിലേക്ക് പോവാന്നാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നത്. നമ്മൾ ബുക്കിംഗ് ബിങ് താങ്ങിൽ താമസിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്താൽ മതി. ഗ്രാബ് എങ്ങനെ ബുക്ക് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രാബ് ഡൗൺലോഡ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് ഗ്രാബ് ഓപ്പൺ ചെയ്യുക, കാർ എടുക്കുക. കാറിൻ്റെ ഓപ്ഷൻ ഉണ്ട്. എവിടേക്കാണ് പോകണത്, കറണ്ട് ലൊക്കേഷൻ നമ്മൾ അടിക്കുക. നമ്മൾ മെക്ഡൊണാൾഡ്സിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ എഴുതിയിട്ടുണ്ട് ബുക്കിംഗ് ബിങ് താങ് മെക്ഡൊണാൾഡ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നിൽക്കുക. എങ്ങനെ പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാട്ടു കേവ്സ് അടിക്കുക. ബാട്ടു കേവ്സ് ടെമ്പിൾ, ചൂസ് പിക്കപ്പ്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ട് എമൗണ്ട് പറയുന്നത് 18 റിംഗറ്റ് ഉള്ളത്. ഇവിടുന്ന് നമ്മുടെ ഫേസ് ഐ ഡി വെച്ചിട്ട് ഇതിൽ വെരിഫൈ ചെയ്യണം കേട്ടോ, എന്നാലും നമുക്ക് ഇതിൽ ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബുക്കിംഗ് കൊടുത്താൽ മതി, നേരെ ബുക്ക് ആയിക്കോളും. നമ്മുടെ ഉബർ പോലെ തന്നെ ഒരു വ്യത്യാസമില്ല. ഈ സിഗ്നൽ സിസ്റ്റം എന്ത് രസമാണെന്ന് പറയാൻ കാണാൻ. ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസം. കാരണം പണിത് വെച്ചേക്കുന്നത് അതുപോലെ ആൾക്കാരൊക്കെ പോണത് കാണാൻ എന്ത് ഭംഗിയാണെന്നറിയോ? ഫുൾ ആക്റ്റീവാണ് ആൾക്കാരായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കലും. ഒരു ആക്റ്റീവ് ആയിട്ടുള്ളൊരു സിഗ്നൽ പോയിന്റ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. എന്ത് അടിപൊളിയാണെന്നറിയോ? ഗ്രാബിന്റെ ആളെ എന്നെ ഇങ്ങോട്ട് തേടി വന്നേക്കണു. അടിപൊളി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ ട്രാഫിക് ജാം ആയതുകൊണ്ട് അവിടേക്ക് വരാൻ പറ്റില്ല. അത് നമ്മൾ അങ്ങോട്ടല്ല പോയെ, ഇങ്ങോട്ട് വന്നിട്ട് എന്നെ ഇങ്ങോട്ട് വന്ന് തേടി എടുത്തേക്കണു. അതാണ് എനിക്ക് ഏറ്റവും അടിപൊളിയെ. അപ്പൊ വണ്ടി അവിടെ ഇട്ടുണ്ട്, എവിടെയാ നോക്കണം. കുറച്ച് മാറിയിട്ടായിരുന്നു, സോറി പറയാ. ട്രാഫിക് ജാം ആയതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്നത്. അതിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. നോ ഇഷ്യൂസ്. ആള് ഞാൻ നിൽക്കുന്നോർത്ത് നടന്നു വന്ന് എന്നെ തേടി പിടിച്ച് വണ്ടിയിലേക്ക് കൊണ്ടേ. ബുക്കിംഗ് ബിങ് താങ്ങിൽ നിന്ന് നിങ്ങൾക്ക് ബാട്ടു കേവ്സിൽ 2 രീതിയിൽ പോകാം. ഒന്ന് ഗ്രാബ് ബുക്ക് ചെയ്ത് പോവാം. ഗ്രാബ് ബുക്ക് ചെയ്ത് പോകുമ്പോൾ നമ്മുടെ നാട്ടിലെ ഒരു 250 ഒക്കെ ആവും, 18 റിംഗറ്റ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മെട്രോയിൽ പോകാം, മോണോറെയിൽ. അത് 8 റിംഗറ്റ് വരുള്ളൂ, 150 രൂപ അത്ര വരത്തുള്ളൂ. പക്ഷേ എന്ത് ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാബ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 15 മിനിറ്റ് കൊണ്ടുള്ള ബാട്ടു കേവ്സ് എത്താം. നമ്മൾ മോണോറെയിൽ പോകുകയാണെങ്കിൽ 1 മണിക്കൂർ പിടിക്കും. അത് 2 സ്റ്റോപ്പ് മാറി കയറണം. അതിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട്. പോകുന്ന വഴിയുള്ള കാഴ്ചകളൊക്കെ എന്ത് അടിപൊളിയാണെന്ന് പറയാം. വെൽ ഓർഗനൈസ്ഡ് റോഡുകളാണ് ഇവിടെ ഉള്ളത്. നമ്മുടെ പോലെ കാടുകളൊക്കെ ഇവിടെ ഉണ്ട്. നമ്മുടെ റോഡ് സൈഡിലേക്ക് കാണുന്ന കാടുകളിൽ അതൊക്കെ ഉണ്ട്. പക്ഷെ ആ കാടുകൾ ഇവർ വൃത്തിയാക്കി വെച്ചേക്കണേ. അത് ഫെൻസ് ചെയ്ത് എല്ലാം ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ പുള്ളിയായിട്ട് കുറെ നേരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറെ ഇൻഫോർമേഷൻ കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിൽ, പ്രത്യേകിച്ച് കോലാലംപൂരിലൊക്കെ ഭയങ്കര ട്രാഫിക്കാണ്. മലേഷ്യയിൽ ട്രാഫിക് ഉണ്ടാവാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഫാമിലിയിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും കാർ ഉണ്ടാവും എന്നാണ് പറയണത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറ് വാങ്ങിക്കാൻ ഒറ്റ പൈസയും കൊടുക്കേണ്ട ആവശ്യമില്ല. 0 ഡൗൺ പേയ്മെന്റിൽ ഇവിടെ കാറ് കിട്ടുന്നതാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. പിന്നെ 9 വർഷത്തേക്ക് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് അടച്ചു തീർത്താൽ മതി എന്നാണ് പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞത്. താങ്ക് യു വെരി മച്ച്. ടീപോളി മനുഷ്യൻ ട്ടോ, കീട്ടിയിലെ മനുഷ്യൻ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആള് കുറേ കഥകൾ ഇവിടെ പറയാണ്. ഇവിടെ പെട്രോൾ എത്രയാണെന്നറിയോ? നമ്മുടെ നാട്ടിൽ 50 രൂപ വരുള്ളൂ. അതായത് 2.3 റിംഗറ്റ് അത്ര വരുള്ളൂ. അതായത് നമ്മുടെ നാട്ടിൽ നോർമൽ പെട്രോളുണ്ട്, പവർ പെട്രോളുണ്ട്. പവർ പെട്രോളിന് കുറച്ച് വില കൂടുതലാണ്. അത് ഇനി മുതൽ വില കൂടുന്നാണ് പറഞ്ഞത്. ആളൊരു കാര്യം പറഞ്ഞു, ബാട്ടു കേവ്സിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഇവിടെ ഫുൾ ഇന്ത്യൻസ് ആണ്, നിങ്ങൾക്ക് സുഖാന്ന് പറഞ്ഞു. പോകുന്ന വഴിയിലെ ഒരു പരുന്തിന്റെ വലിയൊരു പ്രതിമ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ മുരുകന്റെ സ്റ്റാച്ചു ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്ത് വലുതാണെന്നറിയോ? നമുക്ക് പോണ വഴി തന്നെ കാണാൻ പറ്റും. ഇനി ഇതിൽ കയറണം. ഇതേ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ്. ഇവിടെ മൊത്തം ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് ആട്ടാ. ഇവിടെ നല്ല തിരക്കുണ്ടല്ലോ. നമുക്ക് എവിടെയാന്ന് പോയി നോക്കാം. നെയ് റോസ്റ്റ് മസാല ദോശയ്ക്കും കിട്ടും. നമ്മുടെ നാട്ടിലെ 100 രൂപ. നെയ് റോസ്റ്റൊക്കെയും കഴിച്ചു. അടിപൊളി നെയ് റോസ്റ്റ്, നമ്മുടെ നാട്ടിലെ സെയിം നെയ് റോസ്റ്റ്. ഇത് ഇവിടെ എല്ലാവരും കുടിക്കുന്നതാ. ഇത് നമ്മുടെ നാട്ടിലൊരു 50 രൂപ, 2.5 റിംഗറ്റ്, 50 രൂപ വരുള്ളൂ. ഞാൻ നെയ് റോസ്റ്റും ഇതും കൂടി വാങ്ങിച്ചത് നമ്മുടെ നാട്ടിലൊരു 150 രൂപ വന്നുള്ളൂ. ഇതെല്ലാവരും ഇങ്ങനെ കയ്യിൽ തൂക്കിയിട്ട് ഇങ്ങനെ കുടിച്ചുകൊണ്ട് കിടക്കും. നല്ല റിഫ്രഷിംഗ് ആണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ നാരങ്ങ വെള്ളം. അപ്പോൾ ഇവരാണ് എനിക്ക് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുത്ത് തന്നെ. യുവർ നെയിം? Hello, I am Wildan Septiansa and my friend Yohan Chatra. You are from?
Indonesia. Thank you. From Bali, Indonesia, Bali. Yes, Bali. അടിപൊളി. Thank you. ഇപ്പൊ ഈ മുരുകന്റെ പ്രതിമ കാണാൻ എന്ത് രസാന്നറിയോ, എന്തുപോലും ഇപ്പൊ ഇത് കിട്ടിയില്ലാട്ടോ. സുഖമായിട്ട് ഇവിടേക്ക് ആക്സസബിൾ ആണ്. ഞാനൊരു കാര്യം പറയട്ടെ, മലേഷ്യ പാക്കേജസ് ഉണ്ട്, അത് കോലാലംപൂർ മാത്രമാണ് ഈ കണ്ടേക്കണേ. ഇത്രയും പൈസ കൊടുത്ത് മലേഷ്യൻ പാക്കേജ് എടുക്കേണ്ട ആവശ്യമില്ല. അതിൻ്റെ പകുതി പൈസയോളം ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ, അതും അടിപൊളി ഹോട്ടലിലേക്ക് നിസ്സാര 1000 രൂപയ്ക്കുള്ള ഇവിടെ. ഇത് കയറി വരുമ്പോഴില്ലേ ഇതിന്റെ വലുപ്പം എന്താണെന്നറിയോ. ഈ ബാട്ട് കേവ് ഇല്ലേ 1891 ഒരു ഇന്ത്യൻ ഹിന്ദു മെർച്ചന്റ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആ മെർച്ചന്റിന്റെ പേരാണ് കെ തമ്പുസ്വാമി പിള്ളയെന്ന്. ഇതിന്റെ മുകളിൽ ഒരു ഗുഹയുണ്ട്, ആ ഗുഹയിലേക്ക് നമുക്ക് കടക്കാൻ പറ്റും. അതൊരു മാജിക് ഗുഹയാണെന്നാണ് പറയുന്നത്. ഇതിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 272 സ്റ്റെപ്പുകളുണ്ട് ഇതിന്റെ മുകളിലേക്ക്. ഈ 772 സ്റ്റെപ്പുകൾ നമ്മൾ കയറണം ഇതിന്റെ മുകളിലെത്താൻ വേണ്ടി. അതാണ് ഇതിലെ ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ അതെ, നമ്മൾ ആദ്യത്തെ കാല് വെച്ച് ഇനി 272 സ്റ്റെപ്പുകൾ നമുക്ക് കയറണം. അടിപൊളിയായിക്കോട്ടെ. ഇങ്ങനെ കുത്തനൊരു കയറ്റാണ് കേട്ടോ, കിട്ടിയില്ല. എന്ത് രസം കാണാൻ. എനിക്കിത് സുഖമായിട്ട് കയറാൻ പറ്റുന്നതാണ് എൻ്റെ വിശ്വാസം. ഞാൻ യാത്ര പോണേക്ക് മുമ്പ് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ഉണ്ട്. നിങ്ങൾക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ 6 ആക്ക് ആയിട്ട് കയറാം. അതായത് ഇത് ഇങ്ങനെ കയറാം. ഇങ്ങനെ കയറുമ്പോൾ നിങ്ങൾക്ക് സുഖമായിട്ട് കയറാൻ പറ്റും. മറ്റോണം വയ്ക്കുമ്പോൾ നമ്മൾ പ്രഷർ കൂടും, ഇങ്ങനെ കയറുകയാണെങ്കിൽ പ്രഷർ കുറയും. 2 സ്റ്റെപ്പ് കൂടുന്നുള്ളൂ. ഇങ്ങനെ കയറിയാൽ മതി നിങ്ങൾ ഏത് സ്റ്റെപ്പ് കയറുമ്പോഴും. ഇത് ട്രക്കിങ്ങിൻ്റെ ഒരു ടിപ്പാണ് 6 ആക്ക് ആക്കിയിട്ട്. അപ്പോൾ നമുക്കധികം കിടപ്പില്ല. നമ്മൾ ഫൈനലി അങ്ങനെ ഗുഹയുടെ ഉള്ളിലേക്ക് പ്രവേശിച്ചേക്കാണ്. ഇവിടെ നിന്നൊക്കെ വെള്ളം വീണുണ്ട് കേട്ടോ, നല്ല തണുപ്പ്. ഈ സ്റ്റെപ്പ് കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു അമ്പലം കാര്യങ്ങളെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. നമുക്ക് അവിടെ ഒരു സ്റ്റെപ്പ് ഉണ്ട്, അതും കൂടി ഒന്ന് കയറണം. നമ്മൾ ആ സ്റ്റെപ്പ് കയറി വരുമ്പോൾ എത്തുന്ന ഒരു സ്ഥലം, ഇവിടെയും ഒരു മുരുകൻ്റെ അമ്പലവും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം നിങ്ങൾ കയറി വന്ന് വെള്ളം ദാഹിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ വെള്ളവും കാര്യങ്ങളെല്ലാം ഉണ്ട്. അങ്ങനെ നമ്മൾ ബാട്ടു കേവ്സിൽ നിന്ന് തിരിച്ചിറങ്ങാൻ പോവാണ്. അടിപൊളി സ്ഥലം തന്നെയാണ്, ഒന്നും പറയില്ല. ഒറ്റ പൈസ കൊടുക്കാതെ ഇവിടേക്ക് വരാൻ പറ്റും. അത് മീൻസ് ഇവിടെ ടിക്കറ്റ് കൗണ്ടേഴ്സോ ഒന്നുമില്ല. ഒരു ടിക്കറ്റ് എടുക്കേണ്ട ഒന്നും എടുക്കേണ്ട, നേരെ കയറാം, പ്രാർത്ഥിക്കുക, തിരിച്ചു വരാം. ഞാൻ എങ്ങനെ ഇറങ്ങണേന്ന് കാണിച്ചു തരാം. തിരിച്ചും 6 ആക്കായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ സുഖമാണ്. നമ്മൾ നേരെ ഇറങ്ങി കഴിഞ്ഞാൽ എന്താ പ്രശ്നം, നമ്മൾ അങ്ങോട്ട് വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. എപ്പോഴും ട്രക്കിങ്ങിന് മുമ്പ് 6 ആക്ക് കയറാൻ നോക്കാം, 6 ആക്ക് ഇറങ്ങാൻ നോക്കാം. ഡിപ്പെൻസ് അപ്പോൺ ടെറൈൻ അനുസരിച്ചാണ്. ഇന്റർവ്യൂ കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നു, മലേഷ്യയുടെ എക്സ്പീരിയൻസ് പറഞ്ഞിട്ട്. വഴിയിൽ പഠിക്കുക പറഞ്ഞയും ജെയ്സി. ഇവിടെ ആളുകൾ പ്രാവിനെ ഫീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ മൊത്തത്തിൽ തമിഴ് ആൾക്കാരാണ്. കാരണം ഈ കടകളെല്ലാം മലേഷ്യൻ ആൾക്കാരുടെയാണ്. അവിടെ പണി ചെയ്യണം മൊത്തം തമിഴൻസാണ്. ഞാൻ തിരിച്ച് ഗ്രാബ് ബുക്ക് ചെയ്തിട്ടുണ്ട് 24 റിങ്കറ്റ്. അതായത് നമ്മുടെ നാട്ടിലെ ഒരു 480 രൂപയാണ് തിരിച്ചങ്ങോട്ട് പോകാൻ. ഇതിനേക്കാൾ ചീപ്പായിട്ട് വെറും 300 രൂപയ്ക്ക് നിങ്ങൾക്ക് ബാട്ടു കേവ് പോയി വരാൻ പറ്റും. അപ്പോൾ അതേ നമ്മുടെ വണ്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വെറും 300 രൂപ, അതായത് വെറും 9 റിങ്കറ്റിന് നിങ്ങൾക്ക് ബാട്ടു കേവ്സ് പോയി തിരിച്ചു വരാൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുക്കിംഗ് ബിങ്താനിൽ താമസിക്കണേ, അവിടുന്ന് KL സെൻറ്ററിലേക്ക് പോവുക. KL സെൻറ്ററിൽ നിന്ന് ഡയറക്റ്റ് ബാട്ടു കേവ്സിലേക്ക് ട്രെയിൻ ഉണ്ട്. നിങ്ങൾ മലേഷ്യ വരുമ്പോൾ ബുക്കിംഗ് ബിങ്താനിൽ താമസിക്കാം. ബുക്കിംഗ് ബിങ്താനിൽ നിന്ന് എല്ലാവർക്കും കണക്റ്റഡ് ആണ്. നമ്മൾ മലേഷ്യ വരുമ്പോൾ മെയിനായിട്ട് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ബാട്ടു കേവ്സ്, ടിങ് ടവർ, ഗെറ്റിംഗ് ഐലൻഡ്. ഈ ബാട്ടു കേവ്സും ടിങ് ടവറൊക്കെ എടുത്താണ്. ടിങ് ടവർ വാക്കബിൾ ഡിസ്റ്റൻസുള്ള ഒരു 10 മിനിറ്റ് നടക്കാനുള്ളൂ. പിന്നെ ബാട്ടു കേവ്സ് ഇവിടുന്ന് ഗ്രാബ് ബുക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഇതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് തന്നെയാണ് മോണോറെയിൽ, അത് വെച്ച് നമുക്ക് പോകാൻ പറ്റും. ഗെറ്റിംഗ് ഐലൻഡിൽ ഇവിടുന്ന് ബസ് കിട്ടും. ഈ 3 സ്പോട്ടിലേക്ക് സുഖമായിട്ട് പോകാം. ഒരു ദിവസം കൊണ്ട് തന്നെ ബാട്ടു കേവ്സും ടിങ് ടവറും കവർ ചെയ്യാം. മലേഷ്യ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമല്ല, ഭയങ്കരമായിട്ട് ചീപ്പായിട്ട് പോകാൻ പറ്റും. ശ്രദ്ധിച്ച് നമ്മൾ പ്ലാൻ ചെയ്ത് പോയാൽ മതി. അടുത്തത് നമ്മൾ ടിങ് ടവറിൻ്റെ വിശേഷം കാര്യങ്ങളായിട്ടാണ് വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഈ ചാലക്കുടി കാരണം ബൈ.